ഹലോ സ്റ്റുഡൻസ്, നമുക്കിവിടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് ലോക്ക്ഡൗൺ ആയത് കാരണം ക്ലാസ്സിൽ വന്ന് പഠിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. പക്ഷേ അതോർത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം അധികം കിട്ടത്തില്ല പോർഷൻസൊക്കെ തീർക്കാൻ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കേട്ടിട്ട് പഠിച്ചിട്ട് പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ സൂം ആപ്പിലോ ഇതിലൊക്കെ നമുക്ക് ഒന്നിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ വർക്ക് പവർ എനർജി എന്നുള്ള ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നതാണ്. നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതിയതിന് ശേഷം ക്ലാസ് കേട്ടതിന് ശേഷം ഒന്ന് വായിച്ച് പഠിച്ച് അതിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. വർക്ക് പവർ എനർജിക്കകത്ത് ആദ്യം നമ്മൾ പറയുന്ന വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജോലി നമ്മൾ ചെയ്യുന്ന വർക്കില്ലേ, അപ്പോൾ അതെന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് ഇപ്പോൾ ഒരു ഡെസ്കിൻ്റെ പുറത്തൊരു ഡസ്റ്റർ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ അതിനെ ഒരു സ്ഥലത്തേക്ക് നീക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്തെന്ന് പറയാം, ഒരു വർക്ക് ചെയ്തെന്ന് പറയാം. അപ്പോൾ നമ്മളവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഡസ്റ്റർ നീങ്ങുന്ന ഒരു ഡിസ്റ്റൻസും ഉണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നത്. ഫോഴ്സും ഡിസ്റ്റൻസുമാണ് വർക്കിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എഫ് ഇൻറ്റു എസ്. എഫ് എന്ന് പറഞ്ഞാൽ അറിയാം, ഫോഴ്സാണെന്നറിയാം. ആ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാവുന്നത് അല്ലേ. അതേപോലെ തന്നെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ എസിൻ്റെത് മീറ്ററാണ്. നമ്മൾ എസ് ഐ സിസ്റ്റത്തിൽ പറയാൻ നേരത്ത് ഫോഴ്സിൻ്റെ ന്യൂട്ടണും ഡിസ്റ്റൻസിൻ്റെത് മീറ്ററും. അത് കാരണം നമുക്ക് എസ് ഐ സിസ്റ്റത്തിൽ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്ററാണ് എന്തിൻ്റെ വരുന്നത്, വർക്കിൻ്റെ യൂണിറ്റായിട്ട് വരുന്നത്. അതേപോലെ സി ജി സിസ്റ്റത്തിൽ ഡൈൻ സെൻറ്റിമീറ്റർ. ഡൈൻ എന്ന് പറയുന്നത് സി ജി സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റും സെൻറ്റിമീറ്റർ എന്നുള്ളത് ഈ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഈ ന്യൂട്ടൺ എപ്പോഴും നമുക്ക് ഈ ന്യൂട്ടൺ മീറ്റർ അതേപോലെ ഡൈൻ സെൻറ്റിമീറ്റർ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു പ്രത്യേക പേര് പറഞ്ഞു വിളിക്കും. ഈ ന്യൂട്ടൺ മീറ്ററിനെയാണ് നമ്മൾ ജൂൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും, ജൂൾ. അതേപോലെ തന്നെ ഡൈൻ സെൻറ്റിമീറ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് എർഗ് എന്നുള്ളത്. ഓക്കെ, അതേപോലെ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് സോൾവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക്. 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗാണ്. ഇത്രയും കാര്യം ഇതിനകത്ത് പഠിച്ചിരിക്കണം. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഐ സിസ്റ്റത്തിൽ ജൂളാണ്, സി ജി സിസ്റ്റത്തിൽ എർഗാണ്. 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗാണ്. അതേപോലെ വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫോഴ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് എന്താണ്, നമ്മളൊരു വസ്തു ഇരിക്കുകയാണ് ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു വസ്തു മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ അതിനെ ഇരിക്കുന്ന വസ്തുവിനെ മൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിർത്താനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനെ നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് എന്ന് പറയാം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. എല്ലാവർക്കും എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. എസ് ഐ സിസ്റ്റത്തിൽ എഫിൻ്റെ നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നും അതേപോലെ സി ജി സിസ്റ്റത്തിൽ ഡൈൻ എന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁻⁵ ഡൈനാണ്. അപ്പോൾ അത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സിൻ്റെ എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സി ജി സിസ്റ്റത്തിലെ യൂണിറ്റ് ഡൈനാണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁻⁵ ഡൈനാണ്. അതേപോലെ തന്നെ വർക്കിൻ്റെ എസ് ഐ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജൂളാണ്. അതേപോലെ തന്നെ സി ജി സിസ്റ്റത്തിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എർഗാണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗാണ്. ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് പവറാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തോരം ചെയ്യുന്നു എന്നുള്ളതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. ഇപ്പം നമ്മൾ
എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ ഡിവൈഡർ ബൈ നമ്മൾ എത്ര സമയം കൊണ്ടാണ് ചെയ്തത് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പവർ കിട്ടും. പവർ ഈക്വൽ ടു ഇക്വേഷൻ W/T, വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം. അതിനകത്ത് എസ് ഐ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം വർക്ക് ഡണ്ണിന് ജൂളും ടൈമിന് സെക്കൻഡുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ്, ഈ ജൂൾ പെർ സെക്കൻഡ് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് വാട്ട്. എന്താണ്? വാട്ട്. അതേപോലെ തന്നെ കുറച്ച് യൂണിറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എസ് എസ് സിസ്റ്റത്തിൽ നമ്മൾ പവറിന് ഉപയോഗിക്കുന്നത് വാട്ടാണ്. അതേപോലെ നമ്മൾ വേറൊരു യൂണിറ്റ് ഉപയോഗിക്കുക, അതിന് HP എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. HP 1 HP. അതിന് നമ്മൾ രണ്ട് രീതിയിലുണ്ട്, മെട്രിക് HP ഉണ്ട്, ബ്രിട്ടീഷ് HP ഉണ്ട്. ഏതൊക്കെയുണ്ട്? മെട്രിക് HP ഉണ്ട്, ബ്രിട്ടീഷ് HP ഉണ്ട്. മെട്രിക് 1 മെട്രിക് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 735.5 വാട്ട്സ് ആണ്. അതേപോലെ ബ്രിട്ടീഷ് HP എന്ന് പറയുമ്പം 746 വാട്ട്സ് ആണ്. ഇപ്പോൾ ഇതറിഞ്ഞിരിക്കണം. എസ് ഐ സിസ്റ്റത്തിൽ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. എസ് ഐ സിസ്റ്റത്തിൽ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അതേപോലെ തന്നെ അതിനകത്ത് പവറിന് വേറൊരു ഇതുകൂടെ വരും, ഹോഴ്സ് പവർ. നിങ്ങൾക്ക് അറിയാവുന്ന 1 HP. അതിൽ 1 HP എന്നുള്ളത് മെട്രിക്കിലും പറയാം, ബ്രിട്ടീഷിലും പറയാം. അപ്പോൾ 1 HP എന്നുള്ളത് മെട്രിക്കിലാണെങ്കിൽ 735.5 വാട്ടാണ്. അതേപോലെ തന്നെ 1 HP എന്നുള്ളത് ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ 746 വാട്ട്സ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്നുള്ളതാണ്. എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഡിവൈഡർ ബൈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എത്രത്തോളം എഫക്റ്റീവായിട്ട് ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പേഴ്സൻറ്റേജാണ്. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ പവർ ഇൻപുട്ട് ഇൻറ്റു 100 എന്നാണ്. അതപ്പോൾ നമുക്കത് ഏതിലായിരിക്കും കിട്ടുക? പേഴ്സൻറ്റേജിലായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. നമുക്ക് രണ്ട് തരത്തിലുള്ള പവർ പറയാം. ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവറും ഉണ്ട്, ബ്രേക്ക് ഹോഴ്സ് പവറും ഉണ്ട്. ഈ ഇതുണ്ട്, പവർ ആക്ച്വലി ജനറേറ്റഡ് ബൈ ദ എൻജിൻ ഓർ ജനറേറ്റർ ഈസ് ദ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പവർ ട്രൂ ആയിട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്നുള്ളത്. അതേപോലെ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ദ പവർ അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവറാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും. ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രൊഡ്യൂസ് ചെയ്ത പവറിൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ബ്രേക്ക് ഹോഴ്സ് പവർ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പവറും നമുക്ക് യൂസ്ഫുള്ളായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അത് കാരണം ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പവറാണ് എപ്പോഴും വലുതും. അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് പോർഷൻ ലോസായി പോയിട്ട് ബാക്കിയുള്ളതായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രേക്ക് ഹോഴ്സ് പവർ എപ്പോഴും എന്തായിരിക്കും? ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിനേക്കാളും കുറവായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി പറയണമെന്നുണ്ടെങ്കിൽ നോക്കി, ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറാണ് നമ്മൾ കൊടുത്തത്, ബ്രേക്ക് ഹോഴ്സ് പവറാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടിയത് ഇൻറ്റു 100%. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫിഷ്യൻസി പറയുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 എന്നല്ല. ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് പോകുന്നത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറാണ് നമ്മൾ ടോട്ടൽ കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ബ്രേക്ക് ഹോഴ്സ് പവർ എന്നുള്ളത് BHP കുറച്ച് ലോസൊക്കെ കുറഞ്ഞിട്ടുള്ളതാണ്. ഇൻറ്റു 100% ചെയ്യുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടും. അപ്പം അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്തത് എനർജിയാണ്.
ദ എനർജി ഓഫ് എ ബോഡി ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിക്കാണ് എന്ത് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ചോദിക്കും, വാട്ട് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം, എനർജി എന്ന് പറയാം. അപ്പം എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ആദ്യം തൊട്ടുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു MA ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്, പവർ എന്തായിരുന്നു, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് വന്നത് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പവർ ഇൻറ്റു ടൈമാണ്. പവറിൻ്റെ യൂണിറ്റ് നമുക്കറിയാം വാട്ടാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതി പറയാവുന്നത് വാട്ട് സെക്കൻഡ് എന്നുള്ളതാണ്. എന്താണ്, വാട്ട് സെക്കൻഡ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഇതാണ്ട് എനർജീൻ്റെ ഇക്വേഷൻ അറിയാം, പവർ ഇൻറ്റു എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈമാണ്. പവറിൻ്റെ ഓൾറെഡി നമ്മൾ അറിഞ്ഞായിരുന്നു. പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ്. ആ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്, വാട്ടെന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ വാട്ടിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെന്ന് എഴുതാം, ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. അതേപോലെ തന്നെ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെ ഈ സെക്കൻഡും ഇവിടുത്തെ സെക്കൻഡും എന്ത് ചെയ്യും, വെട്ടിപ്പോയി കഴിഞ്ഞാൽ മിച്ചം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ജൂള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ വാട്ട് സെക്കൻഡ് എന്നും പറയാം, അല്ലെങ്കിൽ ജൂൾ എന്നും പറയാം. കാരണം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്, എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അങ്ങനെയാണ് വാട്ട് സെക്കൻഡ് വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വാട്ടെന്ന് പറഞ്ഞാൽ, പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ജൂൾ പെർ സെക്കൻഡ്. അതാണ് യഥാർത്ഥത്തിൽ വാട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നേരിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ്. ജൂൾ പെർ സെക്കൻഡ് ഇൻറ്റു ടൈമിൻ്റെ സെക്കൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡും ഇവിടുത്തെ സെക്കൻഡുമായിട്ട് എന്തായി പോവും, വെട്ടിപ്പോവും. മിച്ചം ജൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് എനർജിക്ക് പറയുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI സിസ്റ്റത്തിൽ നമുക്ക് എന്ത് പറയാം, ജൂൾ എന്ന് പറയാം. CG സിസ്റ്റത്തിൽ പറയുമ്പം എർഗ് എന്നും പറയാം. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോംസ് ഓഫ് എനർജി. നമുക്ക് എനർജി എന്നുള്ളത് പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, അറ്റോമിക് എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി. ഇതെല്ലാം എന്താണ്, സോഴ്സസ് ഓഫ് എനർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയുടെ പല ഫോംസാണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളതാണ് എനർജി ക്യാൻ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അത് നശിപ്പിക്കാനുള്ളതും പാടാണ്. ടോട്ടൽ എനർജി പോസസ്ഡ് ബൈ എ ബോഡി റിമൈൻസ് ദി സെയിം. ഇതറിഞ്ഞിരിക്കണം. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ടോട്ടൽ എനർജി possessed by a body remains the same. ഇത്രയും കാര്യം ഞാൻ നേരത്തെ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺസോളിഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് CG സിസ്റ്റത്തിൽ ഡൈന്, SI സിസ്റ്റത്തിൽ ന്യൂട്ടണ്, FP സിസ്റ്റത്തിൽ പൗണ്ടിലാണ് വരുന്നത്. വർക്കിൻ്റെ ഇക്വേഷൻ SI സിസ്റ്റത്തിൽ ജൂളെന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്ററാണ് ജൂളായിട്ട് വന്നത്. അതേപോലെ ഡൈൻ സെൻറ്റിമീറ്ററാണ് എർഗായിട്ട് വരുന്നത്. പൗണ്ടൽ ഫീറ്റ് എന്നാണ് FP സിസ്റ്റത്തിൽ പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ എർഗ് പെർ സെക്കൻഡ് എന്നാണ് CGSൽ വരുന്നത്. എനർജി എന്ന് പറയുമ്പം പവർ ഇൻറ്റു ടൈം എന്ന് വരും. അതിനെ പവർ ഇൻറ്റു തന്നെ വാട്ട് സെക്കൻഡ് എന്നും പറയാം, അല്ലെങ്കിൽ ജൂൾ എന്നും പറയാം. CG സിസ്റ്റത്തിൽ എർഗ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഇതിനെപ്പറ്റി അറിയാവുന്നതാണ് നമുക്ക്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി
അറിയാവുന്നതായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ എന്നാണ്. മോഷനല്ല, സോറി കേട്ടോ, പൊസിഷനാണ്. നിങ്ങൾ ഇവിടെ തിരുത്തണേ. പൊട്ടൻഷ്യൽ എനർജി പൊസ്ഡ് ബൈ എ ബോഡി വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ എന്ന് എഴുതിയാൽ മതി. ഇതിനകത്ത് എഴുതുന്ന ഇത്തിരി പാടാണ്, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ദ എനർജി പൊസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കല്ല് ഇപ്പോൾ ഒരു ഇച്ചിരി പൊക്കത്ത് മേളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുണ്ടാകുന്ന എനർജീനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് തിരുത്തണം. ഈ മോഷൻ എന്നുള്ളത് മാറ്റിയിട്ട് പൊസിഷൻ എന്നാക്കണം. ഓക്കെ, അടുത്തത് ഈ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mgh ആണ്. m എന്ന് പറഞ്ഞാൽ മാസ്, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഇപ്പോൾ നമ്മളിത് ഗ്രൗണ്ടാണ്, ഇവിടെ നമ്മളൊരു സാധനം ടാങ്കിലോ എന്തെങ്കിലും ഒരു സാധനം കയറ്റി വെച്ചേക്കുവാണ്. ഇതിനൊരു മാസ് ഉണ്ടാവും, ഇതിനൊരു ഹൈറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇത് താഴത്തോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ നമ്മളിപ്പോൾ മേളിലിരിക്കുന്ന ടാങ്കിലിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിനുള്ളതും എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ പൊസിഷൻ കൊണ്ട് എത്ര ഹൈറ്റ് കൊണ്ടുണ്ടാകുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും, കൂടി വരും. ഇപ്പം അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ മേളിലിരിക്കുന്ന വസ്തുവിനൊരു മാസ് ഉണ്ടാകും, അത് എത്ര ഹൈറ്റ് ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അത് താഴോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാണ്, P is equal to mgh എന്ന് പറയും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. അതിന് എക്സാമ്പിളാണ് ഇതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വാട്ടർ സ്റ്റോർഡ് ഇൻ അല്ലെങ്കിൽ കോയിൽ സ്പ്രിങ്. ഇതെല്ലാം നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം, പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങളെല്ലാവരും ഇതാണ്ട് ഇത് മോഷൻ എന്നുള്ളത് മാറ്റിയിട്ട് പൊസിഷൻ എന്നുള്ളതാക്കിയേക്കണം. ഓക്കെ, അടുത്തത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്നുള്ളതാണ് എനർജി പൊസസ്ഡ് ബൈ അത് തന്നെ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ഇപ്പോൾ ഒരു കാറ് റോഡിലൂടെ ഓടുന്നു, അപ്പം അത് നല്ല സ്പീഡിൽ പോവുകയാണ്. അപ്പം അതിനെന്താണ്, അതൊരു മോഷനിൽ ഉള്ളൊരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½ എന്നാണ്. എം എന്ന് പറഞ്ഞാൽ മാസമാണ്. ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടിക്ക് എന്തുണ്ട്, ഒരു മാസം ഉണ്ടാവും, എന്തായാലും മാസമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ എന്ന, എം എന്ന് പറഞ്ഞാൽ മാസാണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇത്ര ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ എല്ലാം യൂണിറ്റ് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിത് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു.